ഹലോ ഹായ് കൂട്ടുകാരെ, കുറേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇനി എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തിയും കടലക്കറിയും, പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചപ്പാത്തി വേണ്ട, ദോശ ഉണ്ടാക്കിക്കോളൂ മോളോട് പറഞ്ഞു കേട്ടോ. അപ്പം മോള് പിന്നെ എനിക്ക് ചായയും ദോശയൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അല്ല, ചായ ഇട്ട് ദോശ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കാരയ്ക്ക നമ്മൾ സിന്ധു ചേർന്നു, അതിൻ്റെ കൂടെ ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനെടുത്ത് കുറച്ച് അപ്പുറത്തെ കൂട്ടുകാർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ എടുക്കുവാണ് കേട്ടോ. കാരയ്ക്ക ഞാൻ തിന്നും, പക്ഷേ വെള്ളം കുടിച്ചാൽ ഭയങ്കര ഉപ്പല്ലേ, അതുകൊണ്ട് വെള്ളമൊന്നും കുടിച്ചില്ല. മോൻ കഴിക്കും, മോളും ഇടയ്ക്കിടയ്ക്ക് തിന്നും കേട്ടോ. എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴിതാ നമ്മൾ ദോശമാവ് എടുത്ത് പുറത്ത് വെച്ച്, തലേന്ന് രാത്രിയിൽ ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ. തലേന്ന് വെച്ച സാമ്പാറാണത്. പിന്നെ ആ മകൾ എനിക്ക് ചായ ഇടുന്നുണ്ട്. അപ്പോൾ സിന്ധുജ ചക്കയും പിന്നെ നമ്മുടെ മുരിങ്ങക്കോലും ഒക്കെ ആയിട്ടാണ് തന്നത് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് കറി വെക്കണം. പിന്നെ ചൂര ഇരിപ്പുണ്ട്, അതും കറി വെക്കണം. അപ്പോൾ ആ മകൾ എനിക്ക് ചായ ഇടുന്നു. അപ്പോൾ ഞാൻ വെച്ച് ദോശ കഴിച്ചിട്ട് നമ്മൾ ഇതൊക്കെ പാചകത്തിന് നിന്നില്ലെങ്കിലേ രാവിലത്തെ കഴിപ്പ് കിടക്കത്തില്ല. നമ്മൾ അക്കു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അക്കു അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഇനി അവനെ കൂട്ടിയിട്ടിട്ട് വേണം നമുക്കവിടെ എല്ലാം ഒന്ന് കഴുകാൻ. അപ്പോൾ ആ മകൾ എനിക്ക് ദോശ ഇട്ട് തരും. ഞാൻ പറഞ്ഞു 3 മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരെണ്ണം കൂടെ ചുട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കും. അപ്പം ഈ പൂക്കളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞു കുഞ്ഞു പൂച്ചെടികളാണ് കേട്ടോ. 200 രൂപയുള്ളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ചതാണ്. അപ്പോഴാണ് നമ്മളെ ബുദ്ധൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ബുദ്ധനെയും ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തൊക്കെ ഒന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു ബുദ്ധനെ മേടിച്ചായിരുന്നു, വെള്ള ബുദ്ധൻ. അതിന് ഞാൻ പിന്നെ ബാക്കിലോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ബുദ്ധനെ തന്നെ ഇവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ആ ദോശ കഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ, ദോശ മൊത്തം കരിഞ്ഞു പോയായിരുന്നു. പിന്നെ ഞാൻ കടലക്കറിയും കൂട്ടി, ആദ്യമേ സാമ്പാർ കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച് വേണ്ട, കുറച്ച് കടലക്കറി കൂട്ടി അങ്ങനെ ദോശ. പിന്നെ ഞാനും മോളും കൂടെ നമ്മൾ ടി വിയും കണ്ടിട്ടാണ് ദോശ കഴിക്കുക. അവൾ പിന്നെ ചപ്പാത്തി മതി കടലക്കറി ആയതുകൊണ്ടേ. എനിക്കാണെങ്കിൽ ഗോതമ്പ് കഴിച്ചാൽ ഭയങ്കര അസ്വസ്ഥത കേട്ടോ. രാത്രി എങ്ങനെയെങ്കിലും കുത്തിക്കെട്ടി തിന്നും. രാവിലെയൊക്കെ ഭയങ്കര പാടാണ്. ഒന്നാമത് ഞാൻ അങ്ങനെ രാവിലെ കഴിച്ചങ്ങനെ വലിയ ശീലമൊന്നും ഇല്ലാത്തതല്ലേ. അങ്ങനെ പിന്നെ മുരിങ്ങക്കോല് ചെറുതിനെയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തു. വലുതിനെ ഇനി അകത്തുനിന്ന് മൊത്തം ചുരണ്ടി എടുത്ത് തോരൻ വെക്കുവാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഊറി തിന്നും, അങ്ങനെ തിന്നൂല കേട്ടോ. അത് ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്ന, അതിനകത്ത് തോലെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ തിന്നുവാണെങ്കിൽ എല്ലാവരും കഴിച്ചു. അങ്ങനെ അതിനെ തന്നെ പെട്ടെന്ന് തന്നെ വെട്ടിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ ചക്കയും അരിഞ്ഞ് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അരപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കറിയും റെഡി ആവുമല്ലോ. അപ്പോൾ രണ്ടും അരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മീനും വെട്ടി വെച്ചായിരുന്നു കേട്ടോ. മീൻ പുളി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ചക്കയ്ക്ക് അരപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ രാവിലെ തിളപ്പിച്ച് വെച്ചു, ഇനി ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഊറ്റണം. അപ്പോൾ അതാണ് നമ്മൾ ചക്കയ്ക്കുള്ള അരപ്പാണ്. തേങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും ഒക്കെ ഇട്ടങ്ങ് അരച്ചെടുക്കുകയാണ്. അരപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറങ്ങ് അടച്ച് വേവിച്ചിട്ട് പിന്നീടേ കടുക് വറുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഗ്യാസ് തീർന്നു. പിന്നെ അതിനെ ഒന്ന് കുത്തിപ്പൊക്കി ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പൊക്കണ്ട ഉരുട്ടി ഒന്ന് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ തന്നെ ഗ്യാസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെച്ച് ഇനി എല്ലാം വേവിക്കണ്ടേ. അപ്പം മീൻ പൊരിക്കണം, മീൻകറി വെക്കണം, ചക്ക വെക്കണം, പിന്നെ തോരൻ, നമ്മുടെ എന്ത് തോരനായിരുന്നു, മുരിങ്ങക്കോല്. അപ്പം മുരിങ്ങക്കോല് ഇങ്ങനെ കിരികിരാരിഞ്ഞെടുത്തോണ്ട് അങ്ങനെ തിന്നാനാട്ടോ ഇവിടെ താല്പര്യമേ. നമ്മളിങ്ങനെ ഊറി തിന്നാൻ മെനക്കെടാനൊന്നും ഇവർക്കൊന്നും വയ്യ. പിന്നെ എനിക്കും ഇങ്ങനെയാണ് ഇഷ്ടം. മറ്റേതാകുമ്പോൾ ഓരോന്നിടത്തെങ്കിലും തിന്നണ്ടേ. അപ്പോൾ അത് കടുവറുക്കാൻ വെച്ചപ്പോഴായിരുന്നു നമ്മൾ ഗ്യാസ് തീർന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീണ്ടും പറയാനും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. ഇനി ഞാൻ പറ്റുന്നിടത്തോളം വീഡിയോ ഇടാം. ഇടയ്ക്ക് വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരുന്നു, തൊണ്ട വയ്യായിരുന്നു കേട്ടോ. മഞ്ഞും കാറ്റും ചൂടും ഒക്കെ ഇല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു മുരിങ്ങക്കോലെടുത്ത് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് ഇനി അതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കണം. പിന്നെ നമ്മളെ ചക്ക അവിടെ കിടന്ന് വേവുന്നുണ്ട്, അതിന് അരപ്പിട്ട് കൊടുത്തു. ഇതിന് ഞാൻ മീൻ കറിക്കാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചു. മീനും വെട്ടി വെച്ചെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് പിന്നെ പുളി ഉപ്പിട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ആ മീൻ പൊരിക്കാനുള്ളതും പുരട്ടി വെച്ച്. അപ്പോഴത്തേക്കാണ് മുരിങ്ങയ്ക്ക എല്ലാം നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണേ. കാരണം എല്ലാവരും എന്നെ മറന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, എന്നാലും ഞാനിടാത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മുടെ തൊണ്ട വയ്യ, തൊണ്ടയ്ക്കുള്ള പ്രശ്നമായിരുന്നല്ലോ. പിന്നെ 2025 കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി. 2024 ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി സങ്കടങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു വർഷം ചോദിച്ചാൽ 2024 വേണമെങ്കിൽ ഞാൻ പറയും. കാരണം 8 വർഷം മുമ്പ്, അല്ല 7 വർഷം മുമ്പ് ക്യാൻസർ ആയിരുന്ന പോലും ഞാൻ ഇത്രയും സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. പക്ഷേ 2024 എന്നെ കിടത്തിക്കളഞ്ഞു. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വർഷം എൻ്റെ മരണമായിരിക്കും. എന്തായാലും മരണത്തിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ട് വന്നു. അതുകൊണ്ട് ഇപ്പോഴെങ്ങും ദൈവം എന്നെ വിളിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഇങ്ങനെ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ തേങ്ങ അരച്ച് മുളക് കറിയല്ല, പച്ചക്കറി അല്ലാത്ത രീതിയിലൊരു കറിയങ്ങ് വെച്ചു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ പെട്ടെന്ന് എന്താ പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ആക്കി കൊള്ളുമ്പോൾ നല്ല കറി കിട്ടും. പക്ഷേ നല്ല ഡെക്കറേഷൻ എടുത്ത് ചെയ്താൽ ചിലപ്പോൾ അങ്ങ് ചിലവായി പോകും. പിന്നെ 2-3 മുരിങ്ങക്കോല് അതിനും തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പം വെച്ചാൽ കൂട്ടുന്നവർ കൂട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടേ. പിന്നെ മീനെല്ലാം കൂടെ പറക്കിയും ഇട്ട് കൊടുത്ത്. അപ്പോൾ മീനിന് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതും പറക്കിയിട്ട് അടച്ച് അതവിടെ കിടന്ന് വേവട്ടെ. അതിനിടയ്ക്ക് മീനൊക്കെ വറുത്ത് മാറ്റി. അതൊക്കെ ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ. നമ്മളൊരു ജോലിക്ക് നിന്നാൽ പിന്നെ അടുത്ത ജോലി മറന്നു പോകും. എനിക്കാണെങ്കിൽ ഇപ്പോൾ പൊതുവേ ഭയങ്കര മറവിയായിട്ടോ. ഉള്ള മരുന്നെല്ലാം കൂടെ അടിച്ച് കയറ്റി ഞാൻ തോന്നുന്നു. പിന്നെ ആണെങ്കിൽ കണ്ണിന് നല്ല കാഴ്ചയൊന്നും ഇല്ല കേട്ടോ.
കാണുന്ന അടുപ്പ് മാത്രമേ ഉള്ളൂ, മൊത്തത്തിൽ ഫോൾട്ടാണ്. അപ്പോഴിതാ ഞാൻ പിന്നെ കുക്കറിൽ നിന്ന് പെട്ടെന്ന് ചക്ക മാറ്റി. കാരണം എന്ന് വെച്ചാൽ കുക്കർ കഴിവാൻ എൻ്റെ മകളൊന്ന് കഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടെ. ഇതാകുമ്പോൾ പിന്നെ ഇരുമ്പേട്ട് കഴിവാൻ എളുപ്പമല്ലേ. അങ്ങനെ ഇതാ നമ്മൾ മീൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കറിയും നല്ല അടിപൊളി ചൂരക്കറിയും പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇവിടെ എല്ലാം ഒതുക്കി പറക്കണം. അപ്പം ചെന്ന് നോക്കിയപ്പോൾ കാണാം എൻ്റെ മകൾ സുഖമായിട്ട് കിടക്കുന്നു കേട്ടോ. അവൾ പഠിച്ചുകൊണ്ടിരുന്നതാട്ടോ, കുറേ എഴുതാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഒന്ന് പാത്രം കഴുകാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചു. ഇനി മകൾ വേണം പഠിക്കാൻ. പിന്നെ മേളിൽ അക്കുനായിട്ട് അടച്ചിട്ട് അവിടെയും ഒന്ന് കഴുകട്ടെ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അതാണ് എനിക്ക് സന്തോഷം. കഴിവെന്ന് ഞാൻ നോക്കിയിട്ട് ഈ തുടയ്ക്കുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പം കേട്ടോ. പിന്നെ അടുക്കള ഇങ്ങനെ എപ്പോഴും കഴുകാൻ പറ്റും, അവിടെ ഇങ്ങനെ ഓവ് കൊടുത്തിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ബാക്കിയെല്ലായിടം തുടയ്ക്കാനേ പറ്റൂ. എനിക്ക് തോന്നി തുടയ്ക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം കഴുകുന്നതാണ് കേട്ടോ. നമ്മൾ നല്ലോണം എന്താണ് വെള്ളം ഒഴിച്ച് കാല് നല്ല തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ പിന്നെ പോയി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കണ്ടു, ഞാൻ പറഞ്ഞില്ലേ കളറൊക്കെ ചെയ്തു എന്ന്. അങ്ങനെ മകൾ കളറൊക്കെ ചെയ്ത് തന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്, സിന്ധുജയ്ക്ക് ഇഷ്ടപ്പെട്ട്, പിന്നെന്തോ കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്, അത് മതി. പിന്നെ ഞാൻ എൻ്റെ മുടിയെന്ന് വെച്ചാൽ മുട്ടയടിക്കാൻ നിൽക്കുവാണ് കേട്ടോ, നേർച്ചയുണ്ട്. അങ്ങനെ മുട്ടയടിക്കണം, അതുകൊണ്ടൊന്ന് ഡെക്കറേഷനൊക്കെ ആക്കി. മോളെ മുടിയും കളർ ചെയ്തായിരുന്നു കേട്ടോ. നമ്മളെ ഓരോ സന്തോഷങ്ങൾ അല്ലേ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വേണമല്ലോ ജീവിതത്തിൽ. എപ്പോഴും സങ്കടമായാൽ അത് ശരിയല്ലല്ലോ. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ മദാമയൊന്നുമില്ല എങ്കിലും നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ ഇതാ മോളെ മുടിയും കാണിച്ചു തരാണ്ടോ. മോള് നല്ല കെട്ടിപ്പറക്കിയൊക്കെ വെച്ചേക്കുന്നു. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കളർ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ പിന്നെ എഴുത്തും വായനയും പഠിത്തമായിട്ട് നടക്കുവാണ്. അപ്പോൾ ഇതാ പടിയൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ മണി അകത്ത് കിടന്നതാട്ടെ ഇങ്ങനെ ബെല്ലടിക്കുന്നേ, അതിനെ എടുത്ത് വെളിയിട്ട് കൊടുത്ത് അതിന് സപ്പോർട്ടായിട്ടൊരു പേപ്പർ കൂടെ വെച്ച് കൊടുത്തു, എന്നാലേ അത് സൗണ്ട് കേൾക്കുന്നുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് കിടന്നിട്ട് അതടിക്കുന്നില്ല. അങ്ങനെ ഇതാ നല്ല വീടൊക്കെ നമ്മൾ തുടച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലായിടവും കുറേ ദിവസമായില്ലേ ഞങ്ങളെ വീട് കണ്ടിട്ട്, അപ്പോൾ ഒന്ന് കണ്ടോളൂ. അങ്ങനെ ഇതാ മകൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അത് അടുക്കളയൊക്കെ ഒന്ന് കഴുകി. അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ എൻ്റെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യൂ, പാവമായിട്ടുള്ള ഞാനല്ലേ എന്ന് ഞാൻ തന്നെ പറയുകയാണ് കേട്ടോ. മുന്നോട്ട് വരട്ടെ അല്ലേ. എന്നാൽ ഞാൻ നിർത്തത്തില്ല കേട്ടോ. എനിക്ക് വാച്ച് ആവുന്നോ മോണിറ്റൈസ് ആവുന്നോ അങ്ങനെ ഒന്നും ഞാൻ നോക്കുന്നതിന് എൻ്റെ സന്തോഷം ഇങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. കുറേ ദിവസം ഇടാമെന്ന് വെച്ചാൽ തൊണ്ട വയ്യ. പിന്നെ രാവിലെ ഇവരെല്ലാം അങ്ങ് പോകും, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ പഴയ അടുക്കളയിലെ സാധനങ്ങൾ മൊത്തം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നീടും ജോലി ചെയ്യുമ്പോൾ ഇതേ കണക്ക് വൃത്തിയാക്കണം. എങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ, അതും ഒരു സന്തോഷം. നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷം. എനിക്കാണെങ്കിൽ വൃത്തിയായിട്ട് ഒരുപാട് വൃത്തിക്കാരിയായിട്ടൊന്നും ഇല്ല കേട്ടോ. വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം, നല്ല സന്തോഷമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്ന കൂട്ടുകാരെ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ഇനി എന്നും വീഡിയോ ആയിട്ട് വരാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കേ, ബൈ.